ഡോക്ടർ ഇപ്പം ടൈപ്പ് 2-ൻ്റെ പ്രായം കുറഞ്ഞു വരാം. ടൈപ്പ് 2-ൽ അത് ദുർമേധസ്സും ടൈപ്പ് 2 ആയിട്ട് ബന്ധമുണ്ട്. 20 വയസ്സിലുള്ള വരുന്നവർ അല്ലെങ്കിൽ 20-25 വയസ്സ് കഴിഞ്ഞവരിൽ എല്ലാം ടൈപ്പ് 1 ആവണമെന്നില്ല. ദുർമേധസ്സുള്ളവരാണെങ്കിൽ അത് ടൈപ്പ് 2 ആകാനും ഫാമിലി ഹിസ്റ്ററി മാതാപിതാക്കന്മാരുടെ കുടുംബത്തിലോ രോഗമുണ്ടെങ്കിൽ അവർക്ക് ടൈപ്പ് 1 ആവണമെന്നില്ല, ടൈപ്പ് 2 ആയിരിക്കും. അപ്പോൾ ടൈപ്പ് 1-ഉം ടൈപ്പ് 2-ഉം നമ്മൾ തിരിച്ചറിയാനുള്ള ബ്ലഡിലെ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റ് നോക്കിയിട്ടേ നമ്മൾ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 അനുസരിച്ചിട്ടാണ്. ടൈപ്പ് 1 ആണെങ്കിലും ഗുളികൾ കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. എന്നിട്ട് ടൈപ്പ് 2 ആണ് തടി കൂടുതലുള്ളവർക്ക് ഇൻസുലിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ ടാബ്ലറ്റ് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ടൈപ്പ് 2-ൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരികയാണെങ്കിൽ കോമ അല്ലെങ്കിൽ കീറ്റോൺസ് എന്ന് പറഞ്ഞൊരു യൂറിന് വരിക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇൻസുലിൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബ്ലഡിലെ പരിശോധനകൾ കൊണ്ട് ടൈപ്പ് 2 ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുളികകൾ കൊടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേസമയത്ത് ടൈപ്പ് 1 ഗുളിക ഹാസ് നോ പ്ലേസ്, ഇൻസുലിൻ തന്നെ കൊടുക്കും. ഇപ്പോൾ ടൈപ്പ് 2-നാകുമ്പം അത്ര ഇൻസുലിൻ കൊടുക്കണ്ട. നമ്മൾ ടാബ്ലറ്റ് കൊടുത്താൽ മതി. ടൈപ്പ് 2 ആണെങ്കിൽ അതിനൊക്കെ അറിയാനുള്ള പല പരിശോധനകൾ ഇപ്പോൾ നവീന പരിശോധനകളുണ്ട്. എക്സ്പെൻസീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. 4.8% നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിൽ 4.8% ആയിരുന്നു പ്രമേഹ രോഗത്തിൻ്റെ നിരക്ക്. അതിപ്പോൾ 8.6 ആയി. അതിൽ കൂടുതലിൻ്റെ കാരണം പല കാരണം. ഒന്ന്, നോ എക്സസൈസ്, നമുക്ക് വ്യായാമമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഫർലോങ് നടക്കണമെങ്കിൽ തന്നെ നമ്മൾ വണ്ടി പിടിച്ചു പോകും. 2, ഫുഡ്. എസ്പെഷ്യലി സ്കൂളിൽ ഇവിടെ അത്രയും ഇല്ല, നമ്മുടെ നമ്മുടെ ബോംബെ മുതലായ സിറ്റികളിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെല്ലാം സ്കൂളിൽ തന്നെ ശീതള പാനീയങ്ങൾ, പെപ്സി അങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം കണ്ടമാനം കലോറിയാണ്. അതെല്ലാം അവർക്ക് വെൻഡിങ് മെഷീനുണ്ട്, അതിലിട്ട് കഴിഞ്ഞാൽ കിട്ടും. ആ ജാതി സംഗതികളെല്ലാം അവോയ്ഡ് ചെയ്യുക. എക്സസൈസിന്. പിന്നെ ഫാസ്റ്റ് ഫുഡാണ് ഏറ്റവും വലിയ. ഇപ്പോൾ പിള്ളേർക്ക് പോക്കറ്റ് മണി കിട്ടും. സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി കൂടി ആണും പെണ്ണും കൂടെ കൂടി ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡ് സ്റ്റോറിൽ കൂടി 2-3 ദിവസം മുമ്പ് ഉപയോഗിച്ച എണ്ണയായിരിക്കും. പക്ഷേ അത് ഉപയോഗിച്ച് തരുന്ന ഫ്രൈഡ് ചിക്കൻ അതെല്ലാം കഴിച്ച് അവരുടെ ഫുഡിൻ്റെ ആഹാര രീതിയെല്ലാം വളരെ വളരെ മാറി. ഇന്ന് വീട്ടിൽ കുക്കിംഗ് ഇല്ലല്ലോ, എല്ലാവരും പുറത്തുനിന്നല്ല കഴിക്കുന്നത്. ആ നല്ല നല്ല ഹോട്ടലിൽ ഹൈജീൻ സൂക്ഷിക്കുന്ന ഹോട്ടലുകൾ എത്രയുണ്ട്, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ഏതാണ്ട് ഇരട്ടിയായിട്ടുണ്ട്. അതുമല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രപ്പോർഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ആദ്യം സ്ഥാനം ചൈനയാണ്, 2ാം സ്ഥാനം ഇന്ത്യ 7.1 കോടി, ചൈന 9.5 കോടി 10 കോടി. പക്ഷേ ഒരു വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് ഇപ്പം തന്നെ നമ്മൾ ജനസംഖ്യയിൽ ചൈനയുടെ അടുത്തടുത്ത് വരണം. 130 crores കഴിഞ്ഞു. കുറേ കഴിയുമ്പോൾ നമ്മൾ 1ാം നമ്പർ സ്ഥാനം കിട്ടും. ഇപ്പോൾ ഏതായാലും 2ാമത്തെ സ്ഥാനമാണ്. പ്രമേഹത്തിൻ്റെ പറുദീസ എന്നാണ് ഭാരതം അറിയപ്പെടുന്നത്. പക്ഷേ 2ാം സ്ഥാനമാണെങ്കിലും കുറേ കഴിയുമ്പോൾ നമ്മുടെ ജനസംഖ്യ കൂടി മിക്കവാറും നമ്മൾ 1ാം സ്ഥാനത്ത് തന്നെ ഉടനെ എത്തും.